ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ഇന്നത്തെ വീഡിയോ നമ്മൾ തക്കാളി കൃഷി ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തക്കാളിയിൽ നിന്ന് വിളവ് ലഭിക്കുകയും കൂടാതെ തക്കാളി കൃഷി നിങ്ങൾക്ക് ഒരു ലാഭകരമായിട്ട് ഒരു ആദായമായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളെന്ന് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് കായ്ച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പലരും പച്ചച്ചാണകമൊക്കെ കലക്കിയിട്ട് തക്കാളിക്ക് എപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത് കാണാറുണ്ട്. പച്ചച്ചാണകം നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അതിലുള്ള നൈട്രജൻ കണ്ടന്റ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ചെടി ഒരുപാട് വൈഗ്രസായിട്ട് വളരുകയും കൂടാതെ അതിൻ്റെ ഇലകളൊക്കെ വലിയ ഇലകളാവുകയും ചെടി ഒരുപാട് ബുഷായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ കായ്ക്കുന്ന സമയത്തൊക്കെ ഒരുപാട് നൈട്രജൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി പൂക്കളും കായ്കളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ചിട്ട് പകരം അത് ചെടി ഇലകളും അത് തണ്ടൊക്കെ ഒരുപാട് വലുതാവാൻ തുടങ്ങുകയും കൂടാതെ ഈ കായകളിടുന്ന ടെൻഡൻസി കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ കുറച്ചധികം കൊടുക്കാൻ ശ്രമിക്കുക, പകരം നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ലേശം കുറയ്ക്കുകയും ചെയ്യാം. രണ്ടാമത്തെ കാര്യം സോയിൽ pH ആണ്. സോയിലിന്റെ pH എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തക്കാളി കൃഷി സോയിൽ pH നമ്മൾ ഏകദേശം 6.2 മുതൽ 6.5 വരെ ആ ഒരു ലെവലിൽ നിർത്താം. നമ്മളെന്താ വെച്ചാൽ സോയിൽ pH നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. സോയിൽ pH ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെ വളങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അത് ആഗിരണം ചെയ്യാൻ ചെടിക്ക് പറ്റില്ല. സോയിൽ pH ഒരു പ്രധാന ഘടകമാണ് ചെടിയുടെ ആരോഗ്യത്തിന്റെ. അപ്പോൾ നമ്മൾ സോയിൽ pH നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ വളങ്ങൾ കൊടുത്താലും എന്തൊക്കെ മൈക്രോൺസ് മണ്ണിലുണ്ടെങ്കിലും ശരി അതൊന്നും ചെടിക്ക് വലിച്ചെടുക്കാനുള്ള അവസ്ഥയിലായിരിക്കില്ല ചെടി. അപ്പോൾ നമ്മൾ സോയിൽ കറക്റ്റായിട്ട് 6.2 മുതൽ 6.5 വരെ നിലനിർത്തി കഴിഞ്ഞാൽ ചെടിക്ക് കൊടുക്കുന്ന വളങ്ങളും അതുപോലെ ന്യൂട്രിയൻസ് എല്ലാം ചെടിക്ക് അതാത് സമയത്ത് വലിച്ചെടുത്ത് ചെടിക്ക് കായ്കളും പൂക്കളൊക്കെ ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യും, കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ സോയിൽ pH ചെക്ക് ചെയ്യാമെന്ന് പലരും ചോദിക്കും. അപ്പോൾ സോയിൽ pH ചെക്ക് ചെയ്യാനുള്ള ഒരുപാട് കിറ്റുകൾ നമുക്കിപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. നമ്മൾ ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ നമുക്ക് സോയിൽ pH കിറ്റുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പം അങ്ങനെ കിറ്റ് മേടിച്ച് നമുക്ക് സോയിൽ pH എപ്പോഴും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോയിലിൽ അസിഡിറ്റി കൂടുന്നുണ്ടോ ആൽക്കലൈൻ കൂടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന വഴി നമുക്ക് സോയിൽ pH ക്ലിയർ ആയിട്ട് കൊണ്ടുകൊടുക്കാം. അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല വിളവ് ലഭിക്കുന്നതാണ്. തക്കാളി കൃഷി ചെയ്യുമ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ് ചെരിച്ച് നടുക. ഇങ്ങനെ ചെരിച്ച് നടുമ്പോൾ ഉണ്ടാകുന്ന മെച്ചം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തണ്ട് നല്ല വേരുകൾ ഇറങ്ങിയിട്ട് ഒരുപാട് വേരുകൾ ഉണ്ടായിട്ട് ചെടി കൂടുതൽ ആരോഗ്യത്തോടെ വളരും. അപ്പോൾ കൂടുതൽ വേരുകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റും. കൂടുതൽ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെടി കൂടുതൽ ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും, കൂടുതൽ ഫ്രൂട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രോ ബാഗിലൊക്കെ നടുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒന്ന് ഹൊറിസോണ്ടലായിട്ട് ചെടി ഒന്ന് ചെരിച്ചിട്ട് തലപ്പ് മാത്രം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് നട്ടു നോക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് വേര് വന്ന് ചെടി കൂടുതൽ ഹെൽത്തി ആയിട്ട് വളരുന്നത് കാണാൻ പറ്റും. നാലാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മണ്ണ് എപ്പോഴും ലൂസായിട്ടിരിക്കണം. ടൈറ്റായിട്ട് ഉറച്ചിരിക്കുന്ന മണ്ണിൽ നമ്മൾ തക്കാളി നട്ടിട്ടുണ്ടെങ്കിൽ തക്കാളിയുടെ വേര് ഓട്ടം കുറയും. ആ വേരോട്ടം കുറഞ്ഞു കഴിഞ്ഞിട്ട് സാധാരണയായിട്ട് ഏത് ചെടിയാണെങ്കിലും ശരി അതിന്റെ വളർച്ച അത് ഒരു മുരടിച്ച അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. പൂക്കൾ ഉണ്ടാവുന്ന കുറയും, കായകൾ പിടിക്കുന്നത് കുറയും. പൂക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും തക്കാളി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഉറച്ച മണ്ണിൽ കൃഷി ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ ഉറച്ച മണ്ണ് ലൂസാക്കാൻ വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. കമ്പോസ്റ്റ് ആഡ് ചെയ്യാം, ചകിരിച്ചോറ് അപ്ലൈ ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഉറച്ച മണ്ണെല്ലാം ലൂസായി കിട്ടും. അങ്ങനെ ലൂസായ മണ്ണിൽ കൃഷി ചെയ്തിട്ട് കൂടുതൽ തക്കാളി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തക്കാളി കൂടുതൽ ലഭിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേരുകളുടെ ആരോഗ്യം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. വേരുകളുടെ ആരോഗ്യം ശ്രദ്ധിക്കണമെങ്കിൽ ഉറച്ച മണ്ണ് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി ഉറച്ച മണ്ണാണെങ്കിൽ ഉറച്ച മണ്ണിൽ നിന്ന് നമ്മൾ ലൂസാക്കി മാറ്റാനുള്ള ടെക്നിക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യാം. തക്കാളി കൃഷി നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല. അതിന് കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു വേറൊരു ഇടവേള കൂടി നമ്മൾ ചെയ്യാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മെച്ചം എന്താ ചെയ്യണമെങ്കിൽ നമുക്ക് തക്കാളിയെ കീടങ്ങളുണ്ട്, ആ കീടങ്ങളുടെ ശല്യമൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഈ തക്കാളി ആക്രമിക്കുന്ന ഈ കൊമ്പൻ പുഴുവിന്റെ ശല്യമുണ്ട്. അപ്പോൾ കൊമ്പൻ പുഴു നമുക്ക് വേറെ ഇടവേളയായിട്ട് വേറെ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊമ്പൻ പുഴുവിന്റെ ശല്യമായി വരുന്നത് കാണാറുണ്ട്. അപ്പം ഇടവേളയായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. ഇനി നമുക്ക് ഇടവേളയായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ തന്നെ നമുക്ക് മല്ലിപ്പൂവൊക്കെ ഇടയിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പെസ്റ്റുകളുടെ ശല്യമൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ആറാമത്തെ കാര്യം തേനീച്ചകളെ എപ്പോഴും മാക്സിമം നമ്മുടെ തോട്ടത്തിലേക്ക് വരാനുള്ള സന്ദർഭം നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ തോട്ടത്തിൽ തേനീച്ച വന്നു കഴിഞ്ഞാൽ മെച്ചം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് തക്കാളി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് തേനീച്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരാഗണം മാക്സിമം സക്സസ് ആവുകയും ചെയ്യും, കൂടുതലായിട്ട് കായകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തേനീച്ചപ്പെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തക്കാളി കൃഷിക്ക് അത് വളരെ ഉപകാരം ചെയ്യും. തേനീച്ച കൃഷി ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ തേനീച്ചകളെ ആകർഷിക്കാനുള്ള ഒരു വഴി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ധാരാളം
പൂക്കളുള്ള ചെടികൾ തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കുക. ഉദാഹരണത്തിന് സൂര്യകാന്തി ചെടിയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് തേനീച്ചകൾ സൂര്യകാന്തി ചെടി അട്രാക്ട് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേക ആകർഷണമുള്ള ചെടികളൊക്കെ നമ്മൾ തോട്ടത്തിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തേനീച്ചകളൊക്കെ നമ്മുടെ തോട്ടത്തിലേക്ക് വരികയും കൂടാതെ അത് നമ്മളെ തക്കാളി ചെടിക്ക് കൂടുതലായിട്ട് പരാഗണം നടക്കാൻ ഒരു ചാൻസ് കൂടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ഒരുപാട് തക്കാളികൾ അതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. കൂടുതലായിട്ട് പൂക്കൾ കൊഴിഞ്ഞു പോകാത്തൊരു അവസ്ഥ വരും. നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യും. അടുത്ത കാര്യമാണ് ഈ മൾച്ചിങ്. നമ്മൾ എപ്പോഴും പൊതയിടുക. തക്കാളിക്ക് വേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പൊതയിട്ട് കൊടുക്കാം. നമ്മൾ എപ്പോഴാണ് തക്കാളി കൃഷി ചെയ്യുന്നത് അപ്പം മുതൽ നമ്മൾ തക്കാളിയുടെ ചോട്ടിൽ പൊതയിട്ട് കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. തക്കാളിക്ക് പൊതയിട്ട് കൊടുക്കുമ്പോൾ വെച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ഹീറ്റ് വേരിലേക്ക് തട്ടി വേരിന്റെ പുറത്തേക്ക് വരുന്ന വേരിന്ന് ഉണങ്ങി പോവാതിരിക്കാനും കൂടുതൽ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാനൊക്കെ സഹായിക്കും. കൂടാതെ മണ്ണിലെ ജലത്തിന്റെ അംശം ബാഷ്പീകരിച്ച് പോവാതിരിക്കാനും മൾച്ച് ചെയ്യുന്ന വഴി നമുക്ക് സഹായിക്കും. കൂടുതലായിട്ട് നമ്മൾ നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നും വരില്ല. തക്കാളിക്ക് പ്രത്യേകിച്ച് നമ്മൾ വേരിനൊക്കെ നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കണം. പൊതയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് വരെ തള്ളി വരുന്ന വേരെല്ലാം ഉണങ്ങി പോകുന്ന കാണാറുണ്ട്. അപ്പൊ അങ്ങനെ തള്ളി വരുന്ന വേരിനും ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടി പൊതയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ നമുക്ക് ഈ സോയിൽ ബോൺ ഡിസീസ് ആയ ബ്ലൈറ്റും പിന്നെ അതുപോലെ ലീഫ് സ്പോട്ടൊക്കെ ഒഴിവാക്കാൻ നമുക്ക് മൾച്ചിങ് ചെയ്യുന്ന വഴി സഹായിക്കും. പിന്നെ എട്ടാമത്തെ കാര്യമാണ് താഴെയുള്ള ഏറ്റവും അടിയിലുള്ള ഇലകളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക. അതായത് താഴെ ഏറ്റവും തണ്ടിന്റെ ഒക്കെ ഏറ്റവും അടിയിലായിട്ട് കിടക്കുന്ന ഉണങ്ങി വരുന്ന ഇല, അതുപോലെ മഞ്ഞ നിറത്തിൽ വരുന്ന ഇലകൾ, ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ഒതുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യും. കൂടാതെ രോഗങ്ങളൊക്കെ കുറയും. ഇല വഴിയൊക്കെ ഏതെങ്കിലും ഫംഗസ് ഒക്കെ മണ്ണിന്ന് കയറി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി വരാനൊക്കെ നമ്മൾ ഏറ്റവും അടിയിലുള്ള കേട് വന്ന ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്ന സഹായിക്കും. കൂടാതെ ചെടി കൂടുതൽ വളർച്ചയിലേക്ക് പോകാനും അതുപോലെ കൂടുതൽ പൂക്കൾ ഉണ്ടാവാനൊക്കെ ടെൻഡൻസി ഉണ്ടാവും നമ്മൾ ഈ മോശം ഇലകളൊക്കെ വെട്ടി കൊടുക്കുന്ന വഴി. കൂടാതെ അത് ചെടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കും. 9ാമത്തെ കാര്യമാണ് തക്കാളിക്ക് നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ തക്കാളിക്ക് ആവശ്യമുള്ള മൂലകമാണ് കാൽസ്യം. കാൽസ്യം നമ്മൾ മണ്ണിൽ എത്ര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ കാൽസ്യത്തിന് ചെടിയിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. ചെടിയിൽ ആവശ്യത്തിന് വെള്ളം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാൽസ്യത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ആകാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ചെടി ബ്ലോസം വെൻട്രോട്ട് പോലുള്ള പ്രശ്നങ്ങൾ വരും. ചെടി തളർച്ച അനുഭവപ്പെടും. ചെടി കൂടുതൽ ഡള്ളാവും. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി കൂടുതൽ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകും. കായകൾ കുറയും. കായകൾക്ക് രോഗങ്ങളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ കൊടുക്കുക. ഒരിക്കലും മണ്ണൊരിക്കലും വരണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെടി പോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. 10ാമത്തെ കാര്യമാണ് പ്രൂണിങ്. പ്രൂണിങ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അനാവശ്യമായിട്ട് വരുന്ന സക്കേഴ്സ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മുളകൾ വരാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കുറേശ്ശെ പ്രൂൺ ചെയ്ത് കൊടുക്കാം. പ്രൂണിങ് നമുക്ക് തക്കാളി കൃഷി ആവശ്യമുള്ളൊരു ഘടകമല്ല. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പ്രൂണിങ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് തക്കാളി കൃഷി ചെയ്യാനുള്ളത്.